നമസ്കാരം. ഇപ്പോൾ ഉള്ളത് സ്കോർപിയോ എന്നിൻ്റെ ലോഞ്ചിലാണ്, ചാക്കനിലാണ്, അതുപോലെ മഹീന്ദ്രയുടെ പ്ലാന്റിലാണ്. അപ്പോൾ ആക്ച്വലി ഈ കാണുന്നതാണ് സ്കോർപിയോ എൻ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും വാഹനം സിന്ന് ഡി സെഗ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഒപ്പീനിയൻസ് എനിക്കിവിടെ പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു വെൽപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പാരിസൺ ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാം, പക്ഷേ ആക്ച്വലി ഞാൻ പറയാം സിന്ന് ആക്ച്വലി ഇത് ഡി ആയിട്ട് ഗ്രോ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ആണ്. 2 ബാരൽ ടൈപ്പ് ഓഫ് ഹെഡ് ലാംപ്സ് ആണ്, കംപ്ലീറ്റ്ലി LED ആണ്. അതുപോലെ സ്വൈപ്പിംഗ് ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ സി ടൈപ്പ് ഓഫ് നമുക്കൊരു DRL കാണാൻ പറ്റും. അതുപോലെ ഫോഗ് ലാമ്പ് ഇൻക്ലൂഡ് ആണ്, അതും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രില്ലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 6 സ്ലാറ്റ് ഗ്രില്ലാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഈ വാഹനത്തിന് കുറച്ചും കൂടി ഒരു മൈറ്റി ഫേസ് നൽകുന്നത്. അതുപോലെ ബമ്പേഴ്സ് കേസ് റീവർക്ക്, ശരിക്കും പറഞ്ഞാൽ വാഹനം കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് ആണ്. അതുപോലെ ബോണറ്റ് മാസീവ് ആയിട്ടുള്ളൊരു ബോണറ്റാണ്. അതുപോലെ തന്നെ സൈഡിൽ കാണിച്ചു തരാം, സൈഡിൽ എന്തൊക്കെയാണ് വ്യത്യാസം വന്നത്. സൈഡിലെ വാഹനം ശരിക്കും പറഞ്ഞാൽ സ്കോർപിയോ എന്നിന് ഒരിക്കലും സ്കോർപിയോ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ആക്ച്വലി കമ്പനി പറയുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 18 ഇഞ്ചിൻ്റെ മാസീവ് ആയിട്ടുള്ള ടയർ സൈസൊക്കെ ആണ്. അതുപോലെ ഫെൻഡേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഭയങ്കര ബുച്ചിയായിട്ടുള്ള വാഹനം. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ മുമ്പത്തെ ഒരു പ്രീവിയസർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോണറ്റിൻ്റെ ലെങ്ത്ത് കൃത്യമായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ വന്ന വ്യത്യാസങ്ങളൊക്കെ സൈഡിലുണ്ട്, അതുപോലെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ വാഹനം നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈറ്റ് വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഫോർച്യൂണറിനെക്കാട്ടിലും ഹൈറ്റ് ഈ വാഹനത്തിനുണ്ടെന്നാൽ ശരിക്കും റൂഫ് റെയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ തൊടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വ്യത്യാസം. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേസിൽ ഏകദേശം 200 mm താഴെയാണെന്നുള്ള കാര്യം പറയാം. അതുപോലെ ബാക്കിൽ നോക്കുമ്പോൾ ബാക്കിലെ തേർഡ് സീറ്റിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ബാക്കിലത്തെ സ്റ്റൈലിംഗ് നോക്കുമ്പോൾ സ്കോർപിയോൻ്റെ ഇതിന് മുമ്പത്തെ ജനറേഷനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വോൾവോ വാഹനമായിട്ട് സാമ്യത തോന്നുന്ന രീതിക്കാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ക്ലസ്റ്റേഴ്സും ഡിസൈനും. അതുപോലെ സ്കോർപിയോ ആണ്. അപ്പോൾ ശരിക്കും ഇതിന് മുമ്പത്തെ വേർഷൻ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇതിനെ തുറക്കാൻ പറ്റും. അതുപോലെ സ്പേസ് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിക്കുള്ള ഒരു 150 ലിറ്റർ സ്പേസ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകിച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു കേവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം സാധനങ്ങൾ എൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കാനുള്ള സെക്കൻഡ് സീറ്റാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇഷ്ടം പോലെ സ്ഥലമാണല്ലോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യം പറയേണ്ട തേർഡ് സീറ്റാണ്. അതിനാണ് ആക്ച്വലി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ അകത്ത് ബാക്കിൽ എത്ര സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്ക് സുഖസുന്ദരമായിട്ട് ഈ വണ്ടറെ ബാക്കിൽ പോയി ഇരിക്കാൻ പറ്റും. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലത്തെ സീറ്റ് ഞാനൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഇവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് സീറ്റ് നോക്കുമ്പോൾ സെക്കൻഡ് സീറ്റിലും നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫുൾ വീഡിയോ വരുന്നുണ്ട് എംബാർഗോന് ശേഷമുള്ള. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം, അവിടെ തിരക്കായുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റൈലിംഗ് മാറിയിട്ടുണ്ട്. സ്റ്റൈലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ്സും സ്റ്റിയറിങ്സും ശരിക്കും ഇൻഫോർടൈൻമെൻറ്റും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഗിയർ ബോക്സും എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുപോലെ എട്രോണോക്സിൻ്റെ ഇൻപുട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്രത്തോളം വ്യത്യാസം വന്നു ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ആക്ച്വലി വാഹനത്തിനകത്ത് നമുക്ക് കുഞ്ഞ് കയറേണ്ട ആവശ്യമില്ല, നേരെ അങ്ങനെ ഇരുന്നാൽ മതി. അതുപോലെ ഇതാണ് ഇതിൻ്റെ സ്പേസ്. അപ്പോൾ എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ ഇരിക്കാൻ പറ്റും. ഇലക്ട്രോണിക് സീറ്റ്സ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് മഹീന്ദ്ര XUV 700 ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ബാക്കി എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. അതുപോലെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് വന്നിട്ടുണ്ട്. അതുപോലെ കാറിനെ ഓർമ്മിപ്പിക്കും. അതുപോലെ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ XUV 700 യൂസ് ചെയ്ത ട്രാൻസ്മിഷനാണ്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾ തിങ്സ് ഓട്ടോൻ്റെ ഡ്രൈവിൽ കാണാം. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഒരു ഫസ്റ്റ് പ്രിവ്യൂ. അപ്പോൾ വാഹനം ഇറങ്ങിയപ്പോൾ ഓൾ തിങ്സ് ഓട്ടോയിൽ എനിക്ക് ഈ വാഹനത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാൻ തോന്നി. തിരക്കുണ്ട്, പക്ഷേ എന്നാലും മാനേജ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വേലൂസാറിൻ്റെ ഇൻ്റർവ്യൂ കൂടി ഉണ്ട്. അദ്ദേഹത്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള കാര്യം. നമുക്കറിയാൻ പറ്റും XUV 700 ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ സർ, യു ഹാവ് പ്ലേസ്ഡ് ദിസ് കാർ it's actually confusing stage. It's C or D confusingly. It's the interior space is completely D plus. It's better than the D segment cars. Exterior lengths are smaller than the D. For example, the front bumper is little. I mean, you don't want to look the car so big that you are not able to drive in smaller roads. So you don't need so much of overhang, so much of bonnet length, and you don't need so much of rear overhang. But between the two tires, what is the passenger compartment that is available? You maximize it and give the best compared to the D. So normally எப்படி இருக்குன்னா எந்த செக்மெண்ட்ல போனாலும் what we suffer is the third row. So this is how you made the third row. Correct. Bigger one, 85 mm. Yes, sir. So you talked about lot of physics. Because I'm a sound engineer. Okay, so I understand little bit of most of it. I just want to know XUV 700 ல நீங்க பண்ணிருந்தீங்க minute like the indicator sound எல்லாமே நீங்க சென்சர்ல பண்ணிருந்தீங்க. இதுக்குள்ள என்னாச்சு அப்படி? அதே மாதிரி தான் இருக்கு. Same அதே மாதிரி. Okay. Same. It's a carry forward smart core technology. Okay, sir. So you get the same. Okay, now I have for a general audience, this suspension has its own definition.
right? So என்ன பண்ணிருக்கீங்க இந்த சஸ்பென்ஷன்ல because for later on chase body on frame you won't get that feel, right? எப்போ படிச்சாலும் that's why we go for the monocoque one. So what have you done for this Scorpio N? So in the suspension, you have 3-4, at least 4 requirements are coming. Basically, what is the role of suspension? The vertical vibrations you have to use the spring and shock absorber to get rid of before it reaches customer. That's the only thing. The side effect of that, it allows the roll. You have to get rid of this roll. That's why that shock absorber technology has got a frequency dependent damping. Okay. You have to roll. The second thing is in the longitudinal acceleration, because when you give the power, it moves forward. You don't want any lag. If there is a movement, you don't want any lag. So that's the Pentalink suspension that you have, and Watt's link. Likewise, when you are taking a corner, you don't want the body to move out of the frame, because while you give vertical space, degree of freedom in the vertical to absorb the shocks, that automatically gives a freedom to move laterally. So you have to arrest that. So how well you arrest, and how the speed, the maximum speed that the vehicle can go depends on what is the weight of the car and where the CG is acting and how well you manipulate. So these are the 4-5 things, key things that you have to take. So lots of physics into that, but we'll be like after driving tomorrow, I can understand like what does this mean in a real life, right? In the vertical vibrations, you should allow the car to observe all the vibrations. The lateral, the longitudinal, it has to be very stiff. Yes. നിങ്ങൾക്ക് അറിയാത്തൊരു വിശ്വസ്തമില്ലാത്ത കാര്യം പറയാം, അതായത് ഈ വാഹനം 185 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചൊരു ആളാണ്. ലൈക്ക് സർ നിങ്ങൾ 185 കിലോമീറ്റേഴ്സ് റൺ பண்ணியிருக்கீங்க இந்த വാഹനം. So it shows that stability of this car, right? So now one more doubt, like you have done something special for the steering, right? Normally what happens for the steering? So just explain in a short form like what. So you have a steering, right? And that is connected to the rack. So that's one pinion. So that is giving an assist. Okay. Then we put at a separate place an electric motor that is connected to the rack. So as you rotate, the programmed ECU will immediately sense there is a steering rotation. The electric motor will be activated. That will push extra power. So it's a dual pinion. So it directly pushes the rack closer to the tire. Okay, sir. Now everything is finished from my side. I have a wonder. It's for a future. Like you are just thinking like next 20 years நீங்கள் plan பண்ணிருக்கீங்க. Electric வருமா இந்த cases-ல? We'll tell you in the next launch. Thank you so much, sir. Thank you for talking for things. Thank you so much.